ശാലിനി, നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ RRT റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൺട്രോൾ റൂം പൊതുജനങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയ ദൂരീകരണത്തിനും ആരോഗ്യവകുപ്പ് സജ്ജമാണ് എന്നുള്ളൊരു അവകാശവാദം. ഇനി എപ്പോഴാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതും കൂടിയാണ്. കാരണം ഈ പകർച്ചവ്യാധികൾ വ്യാപകമായതിനു ശേഷമാണോ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടത് എന്ന ചോദ്യം കൂടിയുണ്ട്. ഈ മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ജോലികൾ അത് ചെയ്യാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ ആരോഗ്യവകുപ്പും ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ എല്ലാ വർഷവും നമ്മൾ അനുഭവിക്കുന്നതാണ്, എല്ലാ സീസണിലും അനുഭവിക്കുന്നതാണ്. അത് വരുന്നതിന് മുൻപ് തന്നെ ഇതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതാണ്. അതിൽ എല്ലാ വർഷവും എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഈ പാളിച്ച. അനു സൂചിപ്പിച്ചത് വ്യക്തമായ കാര്യം തന്നെയാണ്. കാരണം ഒരു സംഭവം ഉണ്ടായിട്ട് അതിന് പരിഹാരം കാണാൻ പോകുന്നതിനേക്കാൾ നല്ലത് തന്നെ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതാണ് ചെയ്തത്. പ്രത്യേകിച്ച് കൊറോണ അടക്കം വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചും പ്രത്യേക ഐസൊലേഷൻ വാർഡുകളും ഒപ്പം തന്നെ ICU കെയർ യൂണിറ്റുകൾ അടക്കം കൂടുതലായി വ്യാപിക്കുകയൊക്കെ തന്നെ ചെയ്തൊരു സാഹചര്യം. സമാനമായ രീതിയിൽ തന്നെയാണ് ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള ആശങ്ക നിലവിൽ നിൽക്കുകയാണ്. കാരണം പേരറിയാത്ത അസുഖങ്ങൾ വരെ തലസ്ഥാന ജില്ലയിലടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെയാണ് ഭരണസിരാകേന്ദ്രം നിശ്ചലമാവുകയും അല്ലെങ്കിൽ അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാതെ മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഭരണകർത്താക്കൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലേക്കും മറ്റ് ആശുപത്രികളിലേക്കും ഒക്കെ അവർ ചികിത്സ തേടി പോകുമ്പോൾ സാധാരണക്കാരായ ജനം തലസ്ഥാന ജില്ലയിലടക്കം വലയുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രികൾ പോലെയുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ആശുപത്രികൾ അവിടെ അടക്കം മതിയായ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മതിയായ കിടക്കകൾ, മതിയായ ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ ക്രമീകരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം, വിമർശനം ആരോഗ്യവകുപ്പിന് നേരെ ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അസുഖങ്ങൾ വരുന്നതിന് മുൻപ് നടത്തേണ്ട ചില പ്രവർത്തനങ്ങൾ അത് ഏകോപനം വിവിധ വകുപ്പുകൾ ചേർന്ന് നടത്തേണ്ടതാണ്. ആരോഗ്യവകുപ്പിൽ തന്നെ വിവിധ തട്ടുകളായി നടത്തേണ്ട പ്രവർത്തനങ്ങൾ അതൊന്നും തന്നെ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. മുൻപൊക്കെ ആണെങ്കിൽ ആശാ വർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് ഓരോ വീടുകളിലും എത്തി അവിടുത്തെ നിലവിലെ സാഹചര്യങ്ങൾ, കൊതുക് മുട്ടയിടാനുള്ള സാഹചര്യങ്ങളുണ്ടോ, അത്തരത്തിലുള്ളവർക്ക് പിഴ ഈടാക്കുന്ന സംവിധാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഇത്തവണ ഈ ഒരു മഴക്കാലം ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായിരുന്നു. തൊട്ടു പിന്നാലെ വേനൽ മഴ അതിതീവ്രമായ സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ കാലവർഷം എത്തി. കാലവർഷം ചെറിയ ദിവസങ്ങളിലെങ്കിലും പോലും കുറഞ്ഞു നിന്നെങ്കിൽ വീണ്ടും പെട്ടെന്ന് വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ശക്തമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അപ്പോഴും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളുന്നു. അതിന് മുന്നോടിയായി അസുഖങ്ങൾ വ്യാപിക്കുന്നതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്. പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. ആ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ധനവകുപ്പും ആരോഗ്യവകുപ്പും കൂടി സംയുക്തമായി നടത്തേണ്ടതാണ്. വാട്ടർ അതോറിറ്റിയും അതിന് കൈകൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ വകുപ്പുകളൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴിചാരി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പല മേഖലകളിലും നഗരത്തിന്റെ പ്രധാന മേഖലകളിലടക്കം തലസ്ഥാനത്തടക്കം ഈ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യങ്ങളുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞുകൊണ്ട് അവിടെ മുട്ടയിട്ട് കൊതുകുകൾ പെരുകുകയും കൊതുകുജന്യ രോഗങ്ങൾ തലസ്ഥാനത്ത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചിക്കൻ ഗുനിയ, H1N1, ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിക്കുന്ന ഒരു സാഹചര്യം, മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലം. ഇതൊന്നും തന്നെ ആരോഗ്യ മന്ത്രിയുടെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും അത്തരത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ഒരു കാലവർഷം ശക്തി പ്രാപിച്ചതോടൊപ്പം തന്നെ സംസ്ഥാനത്തും തലസ്ഥാന ജില്ലയിലടക്കം രോഗബാധയും രോഗികളുടെ എണ്ണവും വർദ്ധിക്കും. അതൊരു പക്ഷേ പിടിച്ചു നിർത്താൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞില്ലെന്ന് വരുമെന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.